നമ്മളിൽ പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏത് സിറ്റുവേഷനിലാണ് കോമ്പിനേഷൻ തിയറി അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. സെയിം ടൈമിൽ മൾട്ടിപ്പിൾ ഐറ്റംസ് ചൂസ് ചെയ്യാനായിട്ടുള്ള പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ഒരു പ്രോബ്ലം വരുമ്പോഴാണ് അവിടെ കോമ്പിനേഷൻ തിയറി നമ്മൾ യൂസ് ചെയ്യേണ്ടത്. So when multiple items are chosen at the same time, the selection is simultaneous. അതായത് ഒന്നിൽ കൂടുതൽ ഐറ്റംസ് ഒരേ ടൈമിൽ തന്നെ സെലക്ഷൻ നടത്തുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, സെലക്ഷൻ അപ്പോൾ ഒറ്റ ടൈമിൽ നടത്തുന്നുള്ളൂ. അതിൽ തന്നെ ഒന്നിൽ കൂടുതൽ ഐറ്റംസ്, മോർ ദാൻ 1 ഐറ്റംസ് നമ്മളവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സെലക്ഷനെ സൈമിൾട്ടേനിയസ് സെലക്ഷൻ എന്നാണ് അത് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ദർ ഇസ് നോ കൺസെപ്റ്റ് ഓഫ് റീപ്ലേസ്മെൻറ്റ്. ഈ ഒരു കേസിൽ റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. ദാറ്റ് മീൻസ് ഹിയർ വി ഡോണ്ട് പുട്ട് എനിത്തിങ് ബാക്ക്. നമ്മളൊന്നും എന്ത് ചെയ്യുന്നില്ല, നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഐറ്റംസ് റീപ്ലേസ് ചെയ്യുന്നില്ല, തിരികെ അതിലേക്ക് വെക്കുന്നില്ല. കാരണം സെലക്ഷൻ ഒരു ടൈം മാത്രമേ നമ്മൾ നടത്തുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സെലക്ഷൻ നടത്തുന്ന അതേ ടൈമിൽ തന്നെ എല്ലാ ഐറ്റംസും നമ്മൾ ഒരുമിച്ചാണ് സെലക്ഷൻ നടത്തുന്നത്. സോ അതുകൊണ്ട് റീപ്ലേസ്മെൻറ്റ് ഇല്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനും കൂടി ഉണ്ട് ഇവിടെ. ഓർഡർ ഡസൻ മാറ്റർ. അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, ആ ഐറ്റംസ് ഇന്ന ഓർഡറിൽ സെലക്ഷൻ നടത്തണം എന്ന് ഒരു ഇമ്പോർട്ടൻസും ഉണ്ടാവില്ല. അതായത് ഫസ്റ്റ് സെലക്ട് ചെയ്യേണ്ടത് ഇന്ന ഐറ്റമാണ്, സെക്കൻഡ് സെലക്ട് ചെയ്യേണ്ടത് ഇന്നതാണ്, ലാസ്റ്റ് സെലക്ട് ചെയ്യേണ്ടത് ഇന്നതാണ്. അങ്ങനെ ആ ഒരു രീതിയിൽ പ്രത്യേകിച്ചൊന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും നമ്മൾ കോമ്പിനേഷൻ തിയറിയാണ് അപ്ലൈ ചെയ്യുന്നത്. പറഞ്ഞാൽ നമ്മൾ മൾട്ടിപ്പിൾ ഐറ്റംസ് ചൂസ് ചെയ്യുന്ന സമയത്തുള്ള പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കണം. അതുപോലെ തന്നെ ആ ഐറ്റംസിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്, സെലക്ഷൻ ഓർഡർ എന്ന് പറയുന്നതിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കോമ്പിനേഷൻ തിയറി കൂടി അപ്ലൈ ചെയ്തുകൊണ്ടാണ് അവിടെ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഒരു സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ വെച്ചുകൊണ്ട്, ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് നമുക്കിതെങ്ങനെയാണ് കോമ്പിനേഷൻ കൂടി അപ്ലൈ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. While shuffling a pack of playing cards, 4 cards accidentally fell down. What is the probability that all are clubs? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചേ. ഒരു പ്ലേയിങ് കാർഡ്സിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ട്. അത് ഷഫിൾ ചെയ്യുമ്പം 4 കാർഡ്, അതിൽ നിന്ന് 4 കാർഡ് ആക്സിഡൻ്റലി താഴെ വീണു. ഓക്കെ, അപ്പം നമ്മുടെ അടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഓൾ ആർ ക്ലബ്സ്? ആ വീഴുന്ന 4 കാർഡും ക്ലബ്സ് ആവാനായിട്ടുള്ള പ്രോബബിലിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യനിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ പ്രോബബിലിറ്റി മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതിയോ അതോ കോമ്പിനേഷനും കൂടി അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്കത് ചെയ്യണോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, 4 cards ആക്സിഡൻ്റലി ഫെൽ ഡൗൺ. 4 കാർഡ് ആക്സിഡൻ്റലി താഴെ വീണു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരുമിച്ചാണ് താഴെ വീണിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യനിൽ 1 ആഫ്റ്റർ ഫെൽ ഡൗൺ, 1 ആഫ്റ്റർ അനദർ എന്ന് പറയുന്നൊരു ടേം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു കാർഡ് വീണിട്ടാണ് അടുത്ത കാർഡ് വീണത്, അങ്ങനെ ആ ഒരു ഇത് മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. സോ അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? 4 cards ആക്സിഡൻ്റലി ഫെൽ ഡൗൺ, എല്ലാം ഒരുമിച്ച് തന്നെയാണ് താഴേക്ക് വീണത്. സോ അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? മൾട്ടിപ്പിൾ ഐറ്റംസ് സെയിം ടൈമിൽ തന്നെയാണ് ഇവിടെ സെലക്ഷൻ നടത്തിയിട്ടുള്ളത്. ഇവിടെ ഒരു പർട്ടിക്കുലർ ഓർഡർ ഫോളോ ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ആ 4 കാർഡ് ഏത് കാർഡ് വേണമെങ്കിലും ആവാം. ഓക്കെ, അതിന് ഇന്ന ഓർഡറിൽ വീഴണം എന്നുള്ള കണ്ടീഷനൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. സോ അതുകൊണ്ട് നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? കോമ്പിനേഷൻ അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഇവിടെ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്ലേയിങ് കാർഡിൻ്റെ പാക്കറ്റിൽ ടോട്ടൽ എത്ര കാർഡ്സ് ഉണ്ട്? അപ്പോൾ ടോട്ടൽ 52 കാർഡ്സാണ് ഉള്ളത്. ഇനി അതിൽ ക്ലബ് കാർഡ്സ് കിട്ടാനായിട്ടുള്ള പ്രോബബിലിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര ക്ലബ് കാർഡ് ഉണ്ടെന്നുള്ളത് അറിയണം. അപ്പോൾ ടോട്ടൽ ക്ലബ് കാർഡ്സ് എന്ന് പറയുന്നത് 13 എണ്ണമാണുള്ളത്. ഓക്കെ, ഇനി ഈ ക്ലബ് കാർഡ്സ് ആണ് നമ്മുടെ ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കം എന്ന് പറയുന്നത്. കാരണം ക്ലബ് കാർഡിൻ്റെ പ്രോബബിലിറ്റി ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമേ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് എന്താണ്? 13 ക്ലബ് കാർഡിൽ 4 ക്ലബ് കാർഡാണ് നമുക്ക് ഫെൽ ഡൗൺ ആകുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കോമ്പിനേഷനാണ് ആദ്യമേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഈക്വൽ ടു 13 കോമ്പിനേഷൻ 4. അത് നമുക്ക് 715 വേസ് എന്ന് കിട്ടും. ഇനി അതേപോലെ തന്നെ ടോട്ടൽ ഔട്ട്കംസും കൂടി കണ്ടുപിടിക്കണം. അതായത് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ടോട്ടൽ ഔട്ട്കംസിൻ്റെ ബേസിസിലാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ഔട്ട്കംസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കാർഡ് എത്രയാണെന്ന് നോക്കുക. ക്ലബ്സ് മാത്രമല്ല, ടോട്ടൽ ആ പാക്കിൽ എത്രയുണ്ട്? 52 ഉണ്ട്. അപ്പോൾ 52-ൽ നിന്നാണ് 4 സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ 52 കോമ്പിനേഷൻ 4 ചെയ്യാം. ഇനി എന്ത് ചെയ്യാം? നമ്മുടെ പ്രോബബിലിറ്റിയുടെ ഇക്വേഷനിലേക്ക് വരാം. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ്. അപ്പോൾ നമുക്ക് 13 കോമ്പിനേഷൻ 4 ഡിവൈഡഡ് ബൈ 52 കോമ്പിനേഷൻ 4. ഈ 13 കോമ്പിനേഷൻ 4 എന്ന് പറയുന്നത് 715 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 52 കോമ്പിനേഷൻ 4 2,70,725 എന്ന് കിട്ടും. ഇനി ഒന്നുകിൽ നമുക്ക് ഇത് വെച്ച് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അവസാനിപ്പിക്കാം. എക്സാമിന് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ കൂടി ഒന്ന് ജസ്റ്റ് എഴുതി വയ്ക്കുക.